ഇന്നത്തെ പുലരി ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നൊരു പുലരിയായിരുന്നു. നമ്മുടെ ലോകസഭയിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത എല്ലാവരെയും കത്തോലിക്ക കോൺഗ്രസ് ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. മുനമ്പം പ്രദേശത്ത് 410ഓളം കുടുംബങ്ങളുടെ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ട കാലം മുതലേ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു: സാധാരണ ബുദ്ധിക്ക് നിരക്കാത്ത മതനിയമങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്താൽ മാത്രമേ ആ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നത്. ഇന്നതിനൊരു തീരുമാനമുണ്ടായി, ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. അതേസമയം ഈ ഭേദഗതിയെ എതിർത്ത ആളുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ ഞങ്ങളുടെ ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാതെ ഞങ്ങൾക്കെതിരായി അഭിപ്രായം രേഖപ്പെടുത്തി എന്നത് വേദനാജനകമാണ്. വരും കാലങ്ങളിലെ വോട്ട് നിർണ്ണയിക്കേണ്ട അവസരം വരുമ്പോൾ, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ട അവസരം വരുമ്പോൾ ഇത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു മുറിവായി ഉണ്ടാകുമെന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളായിരിക്കും രാഷ്ട്രീയത്തിൽ ഇനി മുതൽ ക്രൈസ്തവ സമുദായം എടുക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ ആരൊക്കെ നമ്മെ ചതിച്ചു, ആരൊക്കെ നമ്മെ കൈവിട്ടു, ആരൊക്കെ നമ്മളെ അനുകൂലിച്ചു എന്നത് ബോധമുള്ള ക്രൈസ്തവ ജനത കൃത്യമായും ഓർത്തിരിക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും എന്നതിൽ എനിക്ക് രണ്ട് അഭിപ്രായമില്ല. മതനിയമങ്ങളല്ല, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. മതനിയമങ്ങൾ ആ മതത്തിലെ അംഗങ്ങൾക്ക് ബാധകമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഒരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ അവകാശങ്ങളെ അവഗണിക്കുന്ന വിധത്തിലായിരിക്കരുത് ഇതൊന്നും. ഈ നിയമം ഭേദഗതി ചെയ്തതിലൂടെ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത്. പാവപ്പെട്ടവന് വേണ്ടി, ശബ്ദമില്ലാത്തവന് വേണ്ടി ശബ്ദമാകുവാൻ ഇവിടുത്തെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കത്തോലിക്ക കോൺഗ്രസും എല്ലാ കാലവും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പോടുകൂടി ഒരിക്കൽ കൂടി ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ ആത്മാർത്ഥമായി അറിയിക്കുകയാണ്.